ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 15-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോയെ ഇങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നൊരു ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളോട് പരിചയപ്പെടുത്തുകയാണ് മത്തായി സുവിശേഷൻ. ആ വാക്യം ഇങ്ങനെയാണ്: ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകുവാനാണ്. അതായത് സംഭവം ഈശോ ഇങ്ങനെ ഒരു അത്ഭുതമൊക്കെ ചെയ്തതിനു ശേഷം, പല ഇടത്ത് നമ്മൾ കാണുന്നു, അത്ഭുതങ്ങൾ ചെയ്തതിനു ശേഷം ഇത് ആരോടും പറയരുത്, പരസ്യപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് വിടുന്ന ഒരു രംഗമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം പറയുന്നത് ഇങ്ങനെയാണ്: യെശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകുവാനാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും, അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. ഇനി പറയുന്ന 19ഉം 20ഉം വാക്യങ്ങൾ, 12-ാം അധ്യായത്തിലെ 19ഉം 20ഉം വാക്യങ്ങൾ, അതാണ് ശ്രദ്ധേയമായ ഭാഗം. പറയുന്നത് ഇങ്ങനെയാണ്: അവൻ തർക്കിക്കുകയോ ഒച്ച വയ്ക്കുകയോ ഇല്ല, തെരുവീതികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. പഴയ ട്രാൻസ്ലേഷനിലാണെങ്കിൽ അവൻ അട്ടഹസിക്കുകയില്ല എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ വായിക്കാൻ സാധിക്കും. 20-ാം വാക്യം: നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരിക്കെടുത്തുകയുമില്ല. അവന്റെ നാമത്തിൽ വിജാതിയെ പ്രത്യാശ വയ്ക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ചിന്തിച്ച ഒരു ടൈറ്റിൽ തന്നെയാണ് ദ ജെന്റിൽനെസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ മാന്യത, അതാണ് യേശുവിൻ്റെ കുലീനത നമ്മൾ പറയുകയുണ്ടായി. അപ്പം അത് ഇങ്ങനെ ആവർത്തിച്ച് അവതരിപ്പിക്കപ്പെടുന്ന സുവിശേഷഭാഗങ്ങളാണ്. ഈശോ ഇതിങ്ങനെ വളരെ ജെന്റിലായിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ശത്രുക്കൾ ഇങ്ങനെ കരണത്തടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും വളരെ ജെന്റിലായിട്ട് ഈശോ ചോദിക്കുകയാണ്, അതിനെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഈശോ ചോദിക്കുന്നത് ഇങ്ങനെ: നീ എന്തിനാണ് നീ അടിച്ചത്? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ അത് തെളിയിക്കുക, അല്ലെങ്കിൽ നീ എന്തിനെന്നെ അടിച്ചു എന്നൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെ വളരെ ശാന്തമായിട്ട് ആ ചോദ്യമൊക്കെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ബൈബിളിലുടനീളം, സുവിശേഷത്തിലുടനീളം അങ്ങനെ ഈശോയുടെ ഒരു ശാന്തതയോടുകൂടി ഈശോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആ സുവിശേഷം വായിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം വായിച്ചപ്പോഴാണ്. അധ്വാനിക്കുന്നവരും ഭാരം വയ്ക്കുന്നവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് 29-ാം വാക്യം, 28ആയിരുന്നു അത്, 29-ാം വാക്യം പറയുന്നതാണ്: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്നും പഠിക്കുവിൻ. അങ്ങനെ ഈശോ പറയുന്നത്. എൻ്റെ ജെന്റിൽനെസ് നിങ്ങൾ പഠിക്കുക. ഈശോ നമ്മൾ ക്ഷണിക്കുകയാണ്. ഈശോ നമ്മൾ ക്ഷണിക്കുകയാണ്, ഒപ്പം ചലഞ്ച് ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ, നമ്മൾ പല കാര്യങ്ങളും വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു, ബഹളം വയ്ക്കുന്നു, ഉച്ചത്തിൽ സംസാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു, പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വളരെ റഫായ രീതിയിൽ പ്രതികരിക്കേണ്ടെന്നല്ല, പക്ഷെ റഫായ രീതിയിൽ പ്രതികരിക്കുന്നു. പക്ഷേ ഈശോ പറയുകയാണ്: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്നും പഠിക്കുവൻ. എൻ്റെ സ്വഭാവം ഇതാണ്, ഞാൻ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, വിനീതമായി ഇടപെടുന്നു. ഇതാണ് ഈശോ പറയുന്നത്. ആണ് മത്തായി 11:29. മറ്റൊരിടത്ത് ഈശോ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ശിഷ്യരും അങ്ങനെ ആയിരിക്കാനായിട്ട് ഈശോ പഠിപ്പിക്കുക. ഈശോ പറയുക: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. അതും ജെന്റിൽനെസ്സാണ്. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവും, ജെന്റിൽനെസ്സാണ്. വളരെ ജെന്റിലായിട്ട് ഇടപെടാനായിട്ട് ഈശോ ക്രൈസ്തവരോട് ആവശ്യപ്പെടുകയാണ്, തൻ്റെ ശിഷ്യരോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്ത്യാനോട് ആവശ്യപ്പെടാന്നുള്ളതല്ല, തന്നെ ഇഷ്ടപ്പെടുന്ന, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ബേസിക്കലി ജെന്റിലായിരിക്കണം. ഇതാണ് ഈശോ പഠിപ്പിക്കുന്നത്. ജെന്റിൽമാൻ, ജീസസ് ഇസ് ജെന്റിൽമാൻ. നമുക്ക് ഈശോയെ വിളിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഇവിടെയും വായിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും മത്തായി സുവിശേഷകൻ, ഈശോയുടെ ശിഷ്യനാണ് മത്തായി, താൻ കണ്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ഗുരുവിന്റെ സ്വഭാവം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും കടമെടുത്ത വരികൾ, അല്ലെങ്കിൽ അവൻ കോട്ട് ചെയ്ത വരികൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ്: അവൻ തർക്കിക്കുകയില്ല, ഒച്ച വയ്ക്കത്തില്ല, അവൻ തെരുവീതികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കത്തില്ല, അവനെ ബഹളം വെച്ചും ഒച്ച വെച്ചും വഴക്കടിച്ചും നടക്കുന്നവനല്ല എന്ന് പറയുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുമ്പം പെട്ടെന്ന് ഓർക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം, ഈശോ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈശോ അങ്ങനെ പൊട്ടിത്തെറിച്ചിരുന്ന ഒരാളല്ല. ഈശോ അങ്ങനെ വളരെ റഫായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളല്ല. ഈശോ ഇങ്ങനെ വളരെ ഷാർപ്പായിട്ട് പ്രതികരിച്ചിരുന്ന ഒരാളല്ല. ഈശോ ഇതിനൊക്കെ ഒരു വഴി ഉണ്ടായിരുന്നു, ഒരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അടുത്ത വരി ഇങ്ങനെയാണ്: നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ. നീതിയെ വിജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും, അതിന് ദാക്ഷിണ്യമൊന്നുമില്ല. ജെന്റിലായിട്ട് ഇടപെട്ടു എന്ന് വെച്ചിട്ട് നീതിരഹിതമായ, നീതി നിഷേധമായ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് കണ്ണുമടച്ച് വായും പൂട്ടി മിണ്ടാൻ പോകത്തൊന്നുമില്ല. അതിനെയൊക്കെ അതിൻ്റെ രീതിക്ക് തന്നെ കൊണ്ടുവരും. പക്ഷേ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയുമില്ല, പുകയുന്ന തിരികെ കെടുത്തുകയുമില്ല. എന്താണ് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ,
അതിനിങ്ങനെ ഇല്ലായ്മ ചെയ്യത്തില്ല. അത് ഈ ചതഞ്ഞ ഞാങ്ങണ വേസ്റ്റ്, അത് ഇങ്ങനെ റീഡ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇങ്ങനെ ചതഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തിരിച്ചു വരത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് വായിക്കാനൊക്കെ ശ്രമിച്ചാൽ മനസ്സിലാവും. ഈ ഞാങ്ങണ ചതഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരത്തില്ല. അതിങ്ങനെ വീണ്ടും പഴയപടി ആകത്തക്ക രീതിയിലുള്ള മെക്കാനിസം ഒന്നും ആ ചെടിയിലില്ല യഥാർത്ഥത്തിൽ. പക്ഷേ എങ്കിലും അതിന് വെയിറ്റ് ചെയ്യും. പുകയുന്ന തിരി, ഓൾമോസ്റ്റ് അത് കെട്ടുപോയ തിരിയാണ് ഈ പുകയുന്ന തിരി എന്ന് പറയുന്നത്. തീപ്പൊരി കാണാൻ അറ്റത്ത് നിൽപ്പുന്നുണ്ടാവും, തീയില്ല അതില്. അങ്ങനെ വന്നാൽ മാത്രമേ തിരി പുകയത്തുള്ളൂ. അങ്ങനെ പുകയുന്ന തിരിയെ പോലും അവൻ വെയിറ്റ് ചെയ്യും, അവൻ കാത്തിരിക്കും. പുകയുന്ന തിരി കെടുത്തത്തില്ല. അത് കെടുത്താനായിട്ട് ഞാൻ ഇടപെടത്തില്ല, തിരിച്ചു വരണമെങ്കിൽ വരട്ടെ. അപ്പൊ നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും, വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യും. അതാണ് അത് ഞാനായിട്ട് നശിപ്പിക്കാൻ പോകുന്നില്ല. അതാണ് ഈശോ പറയുന്നത്. അപ്പൊ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് അതിനെ കൃത്യമായും വളരെ റഫായും വളരെ വൈൽഡായും ഒക്കെ പ്രതികരിച്ചുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനും യുദ്ധം ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ വേണ്ടാന്ന് വെച്ച് നിൽക്കുന്നത് അത് ഈ ചതഞ്ഞ ഞാങ്ങണ അതിങ്ങ് വേരോടെ എറിഞ്ഞു കളയുന്ന പോലെ ആയി പോവും. പുകയുന്ന തിരി ചവിട്ടിക്കെടുത്തി കളയുന്നതൊക്കെ ആയി പോവും. അതുകൊണ്ട് മാത്രം അതിനെ അങ്ങനെ വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്നെങ്കിലും ഈ നീതിയെ വിജയത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിക്കുമെങ്കിലാകട്ടെ എന്ന രീതിയിലാണ് ഈശോ ഇടപെടുന്നത്. ഇതാണ് ജെന്റിൽനെസിന്റെ ഒരു രീതി. നീതിയെ വിജയത്തിൽ എത്തിക്കണം, പക്ഷെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി ഒരു സംരക്ഷണം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യാതിരിക്കത്തക്ക രീതിയിൽ ഒന്ന് സേഫാക്കി നിർത്തുക. തിരിച്ചു വന്നെങ്കിലോ, ഇതാണ് പറയുന്നത്. ഇപ്പം ജെന്റിൽനെസ് ഓഫ് ജീസസ്, അല്ലെങ്കിൽ ജീസസ് എ ജെന്റിൽമാൻ എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ വരികിന് അവനെ തർക്കിക്കത്തില്ല, ഉച്ചവയ്ക്കത്തില്ല, തിരുവീതികളിൽ അവന്റെ സ്വരം കേൾക്കത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വ്യക്തമായും ഓർക്കേണ്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേൾക്കുന്നത്. യെശയ്യാ 42 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിത് പഴയ നിയമത്തിൽ കാണുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്തു ശിഷ്യനായി ജീവിക്കാൻ. ക്രിസ്ത്യാനി എന്ന ഒരു ടൈറ്റിൽ, ഒരു റിലീജിയസ് ടൈറ്റിൽ, അത് മാറ്റിവെക്കാം. ക്രിസ്തു ശിഷ്യനായി ജീവിക്കാൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനും അനുകരിക്കുന്നവനും ഒക്കെ ആയിട്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ബി ജെന്റിൽ ലൈക്ക് ജീസസ് എന്നുള്ളത്. യേശുവിനെ പോലെ മാന്യനായി ജീവിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഇത് ബൈബിളിലുടനീളം നമുക്ക് പല ആവർത്തി പല സന്ദർഭങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്ന ഈ യേശുവിന്റെ മാന്യത എന്ന് പറയപ്പെടുന്ന യേശുവിന്റെ കുലീനത നമ്മളിലും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം, ശ്രദ്ധിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.